എപ്പോഴെങ്കിലും ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ ഇരുട്ട് തിരിച്ച് നിങ്ങളെ തന്നെ നോക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ജനാലയ്ക്കപ്പുറം കാറ്റിൽ ഇലകൾ അനങ്ങുന്നതാണോ അതോ ആരോ കൈവീശി കാണിക്കുന്നതാണോ? അർദ്ധരാത്രിയിൽ നിങ്ങളുടെ സ്വന്തം ശ്വാസോച്ഛ്വാസമല്ലാതെ മറ്റൊരു ശബ്ദം കൂടി ആ മുറിയിൽ കേട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? മറുപടി പറയാൻ വരട്ടെ. ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുറിയുടെ വാതിലുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കും, ഉറപ്പ്. അട്ടപ്പാടിയുടെ ഉൾക്കാട്ടിൽ ആരും പോകാൻ മടിക്കുന്ന ഒരു മലഞ്ചെരുവിലായിരുന്നു കരിങ്കല്ല് ബംഗ്ലാവ്. 100-ലധികം വർഷം പഴക്കമുള്ള പായൽ പിടിച്ച ചുമരുകളുള്ള ഒരു വലിയ മാളിക. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനമായി ഒരു ഹൊറർ നോവൽ എഴുതാനാണ് സിദ്ധാർത്ഥ് ആ വീട് കുറഞ്ഞ വാടകയ്ക്ക് എടുത്തത്. അത്രയും വലിയൊരു ബംഗ്ലാവ് തുച്ഛമായ പൈസയ്ക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ പിന്നിലെ അപകടം അവൻ ചിന്തിച്ചതേയില്ല. അവനെ അവിടെ എത്തിച്ച വണ്ടിക്കാരൻ രാമൻ നായർ സാധനങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. മോനെ, സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഈ മുറ്റത്തേക്ക് ഇറങ്ങരുത്. ജനലുകളെല്ലാം ഇരുട്ടാകുന്നതിന് മുൻപ് അടയ്ക്കണം. രാത്രി ഉള്ളിൽ എന്ത് ശബ്ദം കേട്ടാലും ശരി, കണ്ണു തുറക്കരുത്. ഈ ദൈവമില്ലാത്ത നാട്ടിൽ വിളിച്ചാൽ കേൾക്കാൻ ആരും വരില്ല. സിദ്ധാർത്ഥ് അത് വെറുമൊരു നാട്ടുകഥയായി ചിരിച്ചു തള്ളി. കാട്ടുപാതയിലൂടെ രാമൻ നായരുടെ വണ്ടി അകന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്ന് കാതടിപ്പിക്കുന്ന രീതിയിൽ ഒരു കൂട്ടം പക്ഷികൾ നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുയർന്നു. അന്തരീക്ഷമാകെ പെട്ടെന്ന് തണുത്തുറയുന്നതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. അവൻ ബംഗ്ലാവിൻ്റെ വലിയ തടിവാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വാതിൽ വലിച്ചടച്ചു. ആ ശബ്ദം ആ വിജനമായ മാളികയ്ക്കുള്ളിൽ ഭീതിദായകമായ രീതിയിൽ പ്രതിധ്വനിച്ചു. അവൻ അറിഞ്ഞിരുന്നില്ല താൻ വലിച്ചു പൂട്ടിയത് ആ ബംഗ്ലാവിൻ്റെ വാതിൽ മാത്രമല്ല, സ്വന്തം ജീവിതം കൂടിയായിരുന്നു എന്ന്. സമയം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തമായ ഒരിടൽ ബംഗ്ലാവിൻ്റെ ജീർണിച്ച ജനാലകളെ ശക്തിയായി ഉലച്ചു. കാട്ടിലെ വലിയ മരച്ചില്ലകൾ ജനൽ ചില്ലുകളിൽ വന്ന് ഉരസുന്ന ശബ്ദം പാതിരാത്രിയുടെ നിശബ്ദതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. സിദ്ധാർത്ഥ് ഹാളിലെ വലിയ തേക്ക് മേശപ്പുറത്ത് ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ തൻ്റെ ലാപ്ടോപ്പിൽ നോവൽ എഴുതുകയായിരുന്നു. പെട്ടെന്ന് ജനറേറ്റർ തകരാറിലായതുപോലെ മുറിയിലെ ലൈറ്റുകൾ ഒന്നിച്ച് കെട്ടുപോയി. ചുറ്റും ഘനമേറിയ ഇരുട്ട് പടർന്നു. മേശപ്പുറത്തിരുന്ന മെഴുകുതിരിയുടെ ചെറിയ മഞ്ഞ വെളിച്ചം മാത്രമായി പിന്നീട് ആ വലിയ ഹാളിലെ ആശ്രയം. ആ വെളിച്ചത്തിൽ സിദ്ധാർത്ഥ് ലാപ്ടോപ്പിലേക്ക് വീണ്ടും നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. മുറിയിലെ വലിയ ആൾരൂപ കണ്ണാടിയിൽ എന്തോ ഒരു മാറ്റം. അവൻ സാവധാനം കണ്ണാടിയിലേക്ക് നോക്കി. മെഴുകുതിരിയുടെ ആട്ടത്തിനൊപ്പം ചുമരിലെ അവൻ്റെ നിഴലും ആടുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ചോര മരവിപ്പിച്ചു കളഞ്ഞത് മറ്റൊന്നായിരുന്നു. കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ നിഴലിന് തൊട്ടു പിന്നിലായി വളരെ നീളമുള്ള മറ്റൊരു കറുത്ത നിഴൽ കൂടി നിൽക്കുന്നു. ആ രൂപത്തിൻ്റെ തല സിദ്ധാർത്ഥിൻ്റെ തോളിലേക്ക് ചരിയുന്നതുപോലെ കണ്ണാടിയിൽ വ്യക്തമായി കാണാമായിരുന്നു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറകോട്ട് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. മുറിയിൽ അവൻ മാത്രം. ഭയം കാരണം അവൻ്റെ നെഞ്ചിടിപ്പ് കാതുകളിൽ വന്ന് അടിക്കാൻ തുടങ്ങി. ശ്വാസമടക്കി പിടിച്ച് അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഇപ്പോൾ കണ്ണാടിയിൽ അവൻ്റെ നിഴൽ മാത്രമാണുള്ളത്. എനിക്ക് തോന്നിയതാവും, വെറും. അവൻ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. എന്നാൽ മെഴുകുതിരി വെളിച്ചം വീണ്ടും ആടിയുലഞ്ഞ ആ നിമിഷം അവൻ്റെ കാതുകൾക്ക് തൊട്ടരികിലായി ഒരു സ്ത്രീയുടെ നേർത്ത തണുത്ത ശ്വാസനിശ്വാസം അവൻ തൊട്ടറിഞ്ഞു. ആ തണുത്ത ശ്വാസം കഴുത്തിൽ തട്ടിയ നിമിഷം സിദ്ധാർത്ഥ് ബോധം കെടുന്ന അവസ്ഥയിലായി. അവൻ കണ്ണുകൾ മുറുക്കി അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പുലർച്ചെ വരെ കസേരയിൽ തന്നെ ഇരുന്നു. എങ്ങനെയോ നേരം വെളുത്തു. ജനാലയിലൂടെ പ്രഭാതകിരണങ്ങൾ അകത്തേക്ക് അരിച്ചെത്തിയപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. രാത്രി കണ്ടതും കേട്ടതുമെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദം കാരണം തോന്നിയതാണെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. മുഖം കഴുകാനായി ഹാളിൽ നിന്നും എഴുന്നേറ്റ സിദ്ധാർത്ഥ് പെട്ടെന്ന് തറയിലേക്ക് നോക്കിയതും അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. അവൻ്റെ ചോര വീണ്ടും മരവിക്കുന്നതുപോലെ തോന്നി. ഹാളിലെ മിനുസമുള്ള തടിത്തറയിൽ ചില കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു. സാധാരണ കാൽപ്പാടുകളായിരുന്നില്ല അത്. ചതുപ്പിലെ കറുത്ത ചെളി പുരണ്ട നഗ്നമായ കാൽപ്പാടുകൾ.
ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം, ആ കാൽപ്പാടുകൾ തുടങ്ങുന്നത് ബംഗ്ലാവിൻ്റെ പ്രധാന വാതിലിൻ്റെ ചുവട്ടിൽ നിന്നല്ല. അത് വീടിൻ്റെ നടുമുറ്റത്തെ ഇരുണ്ട മൂലയിൽ നിന്ന് തുടങ്ങി സിദ്ധാർത്ഥ് രാത്രി ഉറങ്ങാൻ കിടക്കാറുള്ള കിടപ്പുമുറിയുടെ വാതിലിനടുത്ത് ചെന്ന് അവസാനിച്ചിരിക്കുന്നു. അവിടെ ആ കാൽപ്പാടുകൾ കുറച്ചു നേരം നിന്ന് തിരിഞ്ഞതുപോലെ ചെളി പടർന്നു കിടപ്പുണ്ടായിരുന്നു. വീടിൻ്റെ പ്രധാന വാതിലും ജനലുകളും ഉള്ളിൽ നിന്ന് ശക്തമായി പൂട്ടിയിരിക്കുകയാണ്. പുറത്തുനിന്നും ഒരാൾക്ക് അകത്ത് കടക്കുക അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ നനഞ്ഞ ചെളിപ്പാടുകൾ എവിടെ നിന്ന് വന്നു? സിദ്ധാർത്ഥ് സാവധാനം തൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു. മുറിക്കുള്ളിലേക്ക് നോക്കിയ അവൻ ഭയം കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. അവൻ്റെ കട്ടിലിലെ വിരിപ്പിൽ കൃത്യമായി തലയിണയുടെ വശത്തായി അതേ കറുത്ത ചെളി പുരണ്ട ഒരു കൈപ്പത്തിയുടെ അടയാളം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ രാത്രി മുഴുവൻ അവൻ ഉറങ്ങുന്നതും നോക്കി ആ തലയ്ക്കൽ ഇരുന്നിട്ടുണ്ട്. ഭയം അവൻ്റെ നിയന്ത്രണം തെറ്റിച്ചു തുടങ്ങി. ഈ വലിയ മാളികയിൽ താൻ തനിച്ചല്ലെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ സിദ്ധാർത്ഥ് വേഗം ബംഗ്ലാവിൽ നിന്നും പുറത്തേക്കോടി. പകൽ വെളിച്ചത്തിന് പോലും അവൻ്റെ ഉള്ളിലെ ഭീതിയെ മാറ്റാൻ കഴിഞ്ഞില്ല. കാട്ടുപാതയിലൂടെ വേഗത്തിൽ നടന്ന് അവൻ അടുത്തുള്ള ചെറിയ ചായക്കടയിലെത്തി. അവിടെ വണ്ടിക്കാരൻ രാമൻ നായർ ഇരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ വിളറി വെളുത്ത മുഖവും വിയർത്തൊലിക്കുന്ന അവസ്ഥയും കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതല്ലേ മോനെ അവിടെ നിൽക്കരുതെന്ന്. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് രാമൻ നായർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. സിദ്ധാർത്ഥ് രാവിലെ കണ്ട കാൽപ്പാടുകളെക്കുറിച്ചും രാത്രിയിലെ അനുഭവങ്ങളെക്കുറിച്ചും അയാളോട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിവരിച്ചു. രാമൻ നായർ ചുറ്റും നോക്കി ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ പഴയ ബംഗ്ലാവിൻ്റെ കറുത്ത ചരിത്രം പറയാൻ തുടങ്ങി. 60 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണിത്. ആ ബംഗ്ലാവ് അന്നത്തെ ക്രൂരനായ കരിങ്കല്ല് തമ്പുരാൻ്റെ വകയായിരുന്നു. അവിടെ ജോലിക്ക് നിന്നിരുന്ന മാലു എന്ന പാവം ആദിവാസി പെൺകുട്ടിയെ തമ്പുരാൻ ക്രൂരമായി ഉപദ്രവിച്ചു. ഒടുവിൽ തൻ്റെ പാപങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ തമ്പുരാനും കൂട്ടരും ചേർന്ന് ആ പെൺകുട്ടിയെ ജീവനോടെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് അവിടുത്തെ ആഴമേറിയ കിണറ്റിൽ തള്ളിക്കൊന്നു. രാമൻ നായർ ഒരു നിമിഷം നിർത്തി ദീർഘമായ ശ്വാസമെടുത്ത് തുടർന്നു. മരണത്തിലേക്ക് താഴുന്നതിനു മുൻപ് ആ കിണറ്റിൽ കിടന്ന് അവൾ ഉറക്കെ ശാപവാക്കുകൾ ഉരുവിട്ടിരുന്നു. ഈ ചോരക്കറ പുരണ്ട വീട്ടിൽ അന്തി ഉറങ്ങുന്ന ഒരുത്തനെയും ഞാൻ ജീവനോടെ വിടില്ല. എൻ്റെ ചങ്ങലകളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെയൊക്കെ അന്ത്യമെടുക്കും. അതിനുശേഷം ആ വീട്ടിൽ താമസിച്ച ആരും സൂര്യോദയം കണ്ടിട്ടില്ല. തമ്പുരാൻ്റെ കുടുംബം ചോര ഛർദ്ദിച്ചാണ് അവിടെ മരിച്ചു കിടന്നത്. കഥ കേട്ട് സിദ്ധാർത്ഥിൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. മാലുവിൻ്റെ ആത്മാവാണ് ആ വീട്ടിലുള്ളതെന്ന് അവൻ ഉറപ്പിച്ചു. എന്നാൽ അതിലും ഭീകരമായ അടുത്ത വരിയാണ് രാമൻ നായർ പറഞ്ഞത്. അവൾ ആദ്യം നിഴലായി വരും, പിന്നെ കാൽപ്പാടുകൾ വയ്ക്കും, മൂന്നാമത് അവളുടെ കൈകൾ നിന്റെ കിടക്കയിൽ തൊടും. അത് കഴിഞ്ഞാൽ പിന്നെ... രാമൻ നായർ ബാക്കി പറയാതെ ഭയത്തോടെ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. രാമൻ നായരുടെ വാക്കുകൾ കേട്ടതോടെ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലെ യുക്തിബോധമെല്ലാം തകർന്നുപോയി. ഇനി ഒരു നിമിഷം പോലും ആ ശാപഗ്രസ്തമായ മണ്ണിൽ നിൽക്കാൻ അവൻ തോന്നിയില്ല. എനിക്ക് നോവലും വേണ്ട, ഒരു മണ്ണും വേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവൻ വേഗം ബംഗ്ലാവിലേക്ക് ഓടി ലാപ്ടോപ്പും വസ്ത്രങ്ങളും ബാഗിലാക്കാൻ തുടങ്ങി. പക്ഷേ വിധി അവന് അനുകൂലമായിരുന്നില്ല. പെട്ടെന്ന് അന്തരീക്ഷമാകെ ഇരുണ്ടു. സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയേ ആയിരുന്നുള്ളൂ. എങ്കിലും അർദ്ധരാത്രി പോലെ ഇരുട്ട് പടർന്നു. തൊട്ടു പിന്നാലെ കരിങ്കല്ല് ബംഗ്ലാവിനെ കുലുക്കിക്കൊണ്ട് വലിയൊരു ഇടിമിന്നലുമുണ്ടായി. കാട്ടിലെ ഒരു കൂറ്റൻ മരം വീണ് ബംഗ്ലാവിലേക്കുള്ള ഏക കാട്ടുപാത പൂർണ്ണമായും അടഞ്ഞുപോയി. മൊബൈൽ ഫോൺ എടുത്തു നോക്കിയ അവന് നിരാശയായിരുന്നു ഫലം. സിഗ്നൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. വേറെ വഴിയില്ലാതെ സിദ്ധാർത്ഥ് വീണ്ടും ബംഗ്ലാവിനുള്ളിൽ തന്നെ ഇരുന്നു. സമയം രാത്രി 9 മണിയായി. പുറത്ത് കൊടും കാറ്റും മഴയും താണ്ഡവമാടുകയാണ്. ഹാളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഇരിക്കുകയായിരുന്ന സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് തിരിഞ്ഞു. ബംഗ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ക്ലാങ് ക്ലാങ് ക്ലാങ്. ആരോ കനത്ത ഇരുമ്പ് ചങ്ങലകൾ തറയിലൂടെ വലിച്ചിഴച്ച് സാവധാനം നടക്കുകയാണ്. മാലുവിൻ്റെ ശാപത്തെക്കുറിച്ച് രാമൻ നായർ പറഞ്ഞ വാക്കുകൾ സിദ്ധാർത്ഥിൻ്റെ കാതുകളിൽ മുഴങ്ങി. ആ ശബ്ദം വെറുമൊരു തോന്നലായിരുന്നില്ല,
അത് മുകളിലത്തെ ഇടനാഴിയിലൂടെ നീങ്ങി താഴത്തെ നിലയിലേക്കുള്ള മരത്തിൻ്റെ പഴയ ഗോവണിപ്പടിയിലേക്ക് അടുക്കുകയായിരുന്നു. ക്ലാങ് ക്ലാങ് ക്ലാങ്. ഓരോ പടിയും ഇറങ്ങുമ്പോൾ മരപ്പലകകൾ അമരുന്ന ശബ്ദവും ആ ചങ്ങലയുടെ കിലുക്കവും വ്യക്തമായി താഴേക്ക് പടർന്നു വന്നു. അവൾ താഴേക്ക് ഇറങ്ങി വരികയാണ്, അവന് നേരെ തന്നെ. ചങ്ങലയുടെ ശബ്ദം ഓരോ പടിയായി താഴേക്കിറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയിലായി. ഓടി രക്ഷപ്പെടാൻ വാതിലുകളില്ല. സഹായത്തിന് വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. അവൻ ഹാളിലെ വലിയ സോഫയുടെ പിന്നിലെ ഇരുണ്ട മൂലയിലേക്ക് ഒതുങ്ങിയിരുന്ന് കണ്ണുകൾ മുറുക്കെ അടച്ചു. ക്ലാങ് ക്ലാങ്. അവസാനത്തെ പടിയും ഇറങ്ങി ആ ശബ്ദം ഇപ്പോൾ ഹാളിലെ തടിത്തറയിലെത്തി നിൽക്കുന്നു. പെട്ടെന്ന് മുറിക്കുള്ളിലെ അന്തരീക്ഷം വല്ലാതെ മാറി. വായുവിലെ ഓക്സിജൻ ആരോ വലിച്ചെടുക്കുന്നത് പോലെ അവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഒപ്പം കടുത്ത ഒരു മരവിപ്പ് മുറിയിലാകെ പടർന്നു പിടിച്ചു. ഒരു എയർ കണ്ടീഷണർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള കടുത്ത തണുപ്പ്. സിദ്ധാർത്ഥ് ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ കനത്ത മഞ്ഞുകാലത്തെന്ന വണ്ണം അവൻ്റെ ശ്വാസം വെളുത്ത പുകയായി വായുവിൽ തെളിഞ്ഞു വന്നു. തണുപ്പ് അസഹനീയമായപ്പോൾ അവൻ സാവധാനം കണ്ണുകൾ തുറന്നു. മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചത്തിൽ അവൻ കണ്ട ആ കാഴ്ച ഭയാനകമായിരുന്നു. ബംഗ്ലാവിൻ്റെ പഴയ ചുമരുകളിൽ നിന്ന് രക്തം കണക്കെ കറുത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ ദ്രാവകം തറയിലൂടെ പടർന്ന് സിദ്ധാർത്ഥിരിക്കുന്ന ഭാഗത്തേക്ക് നീണ്ടുവന്നു. അവൻ്റെ നോട്ടം നേരെ ഹാളിലെ നടുമുറ്റത്തേക്ക് നീണ്ടു. അവിടെ മെഴുകുതിരി വെളിച്ചത്തിൻ്റെ അതിർവരമ്പിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. നീളമുള്ള കറുത്ത മുടി അഴിഞ്ഞുകിടന്ന് തറയിൽ മുട്ടുന്നുണ്ട്. ശരീരത്തിൽ ചെളിയും പായലും പുരണ്ട പഴയ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ. അവളുടെ കൈകളിലും കാലുകളിലും തുരുമ്പെടുത്ത കനത്ത ഇരുമ്പ് ചങ്ങലകൾ ഉണ്ടായിരുന്നു. ആ രൂപം സിദ്ധാർത്ഥിനെ പുറം തിരിഞ്ഞാണ് നിന്നിരുന്നത്. എന്നാൽ അവൾ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നില്ല. മരിച്ചുപോയ ഏതോ മൃഗത്തിൻ്റെ മാംസം കൈനഖങ്ങൾ കൊണ്ട് കീറിപ്പറിച്ച് തിന്നുന്നത് പോലെ ഒരു വിചിത്രമായ ശബ്ദം അവളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നു. ഭയത്തിൻ്റെ പരകോടിയിൽ സിദ്ധാർത്ഥ് തൻ്റെ വായ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു. ഒരു ചെറിയ ശബ്ദം പോലും തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. മുറിയിലെ തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. ആ സ്ത്രീരൂപം ഇപ്പോഴും അവന് പുറംതിരിഞ്ഞു തന്നെയാണ് നിന്നിരുന്നത്. അവളുടെ കൈകളിലെ ചങ്ങലകൾ തറയിൽ ഉരസുന്ന ശബ്ദവും മാംസം കടിച്ചു കീറുന്ന ആ വിചിത്രമായ ശബ്ദവും ഹാളിൽ ഭീതിദമായ മുഴങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. മുറിയിലാകെ ഒരു മാരകമായ നിശബ്ദത പടർന്നു. സിദ്ധാർത്ഥ് ശ്വാസം അടക്കിപ്പിടിച്ചു. പെട്ടെന്ന് ആ രൂപത്തിൻ്റെ ചുമലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ സാവധാനം സിദ്ധാർത്ഥ ഇരിക്കുന്ന ഇരുണ്ട മൂലയിലേക്ക് തിരിയാൻ ഭാവിക്കുകയായിരുന്നു. ചങ്ങലകൾ കിലുങ്ങിക്കൊണ്ട് അവളുടെ ശരീരം വലത്തോട്ട് തിരിഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് തള്ളിപ്പോയത് മറ്റൊരു കാഴ്ച കണ്ടായിരുന്നു. അവളുടെ ശരീരം പൂർണ്ണമായും സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞിട്ടും അവളുടെ തല മാത്രം തിരിഞ്ഞിരുന്നില്ല. തല ഇപ്പോഴും പഴയതുപോലെ പുറകോട്ട് തിരിഞ്ഞു തന്നെയായിരുന്നു ഇരുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന് ഒരിക്കലും സാധ്യമാകാത്ത ആ വികൃതമായ നിൽപ്പ് കണ്ട് സിദ്ധാർത്ഥിൻ്റെ തൊണ്ടയിൽ നിന്നും നിലവിളി പുറത്തേക്ക് വരാനാഞ്ഞു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കനത്ത ഒരു അസ്ഥി ഒടിയുന്ന ശബ്ദം കേട്ടു. ക്രാക്ക്. അവളുടെ ശരീരത്തിലെ അസ്ഥികൾ ഓരോന്നായി ഒടിഞ്ഞു നുറുങ്ങുന്ന ശബ്ദത്തോടെ ആ തല സാവധാനം 180 ഡിഗ്രി തിരിഞ്ഞ് മുന്നിലേക്ക് വന്നു. കറുത്ത മുടിയിഴകൾക്കിടയിലൂടെ അവൾ സിദ്ധാർത്ഥിന് നേരെ നോക്കി. ആ തല തിരിഞ്ഞു വന്ന നിമിഷം സിദ്ധാർത്ഥിൻ്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത് പോലെ തോന്നി. അവളുടെ മുഖത്ത് കറുത്ത മുടിയിഴകൾക്കിടയിലൂടെ അവൻ കണ്ടത് മനുഷ്യൻ്റേതല്ലാത്ത ഒരു വികൃത രൂപമായിരുന്നു. അവൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ചോരയും ചലവും ഒലിച്ചിറങ്ങുന്ന ആഴമേറിയ 2 കറുത്ത കുഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ശൂന്യമായ കണ്ണുകൾ കൊണ്ട് അവൾ കൃത്യമായി സിദ്ധാർത്ഥ് ഒളിച്ചിരിക്കുന്ന മൂലയിലേക്ക് തന്നെ നോക്കി. അവളുടെ ചുണ്ടുകൾ വികൃതമായി പിളർന്നു. തടിച്ച കറുത്ത പല്ലുകൾക്കിടയിലൂടെ അവൾ സിദ്ധാർത്ഥിനെ നോക്കി ഉറക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. ആ ചിരി ഒരു സാധാരണ മനുഷ്യൻ്റേതായിരുന്നില്ല. ഈ ലോകത്തിൻ്റേതല്ലാത്ത
ചുമരുകളെപ്പോലും നടുക്കുന്ന ഒരു അട്ടഹാസമായിരുന്നു അത്. നിന്നെ ഞാൻ വിടില്ലടാ. ആ മാളികയുടെ അന്തരീക്ഷമാകെ ആ ശബ്ദം പ്രതിധ്വനിച്ചു. ഭയം അതിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ സിദ്ധാർത്ഥിന് എവിടെ നിന്നോ ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ തോന്നി. അവൻ സോഫയുടെ പിന്നിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഹാളിലൂടെ പ്രധാന വാതിലിന് നേരെ സർവശക്തിയും എടുത്തോടി. അവൻ വാതിലിൻ്റെ വലിയ ഇരുമ്പ് കുറ്റിയിൽ പിടിച്ചു വലിച്ചു. പക്ഷേ വാതിൽ അനങ്ങിയില്ല. പുറത്തു നിന്ന് ആരോ ശക്തമായി പൂട്ടിയിട്ടതുപോലെ അതൊരു കരിങ്കല്ല് ചുമരു പോലെ ഉറച്ചു നിന്നു. അവൻ ഭ്രാന്തായതുപോലെ വാതിലിൽ കൈകൾ കൊണ്ടടിച്ച് നിലവിളിച്ചു, ആരെങ്കിലും ഓടി വരണേ, എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ. പക്ഷേ പുറത്ത് പെയ്യുന്ന കനത്ത മഴയല്ലാതെ അവൻ്റെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹാളിലെ മെഴുകുതിരി വെളിച്ചം പൂർണ്ണമായും കെട്ടുപോയി. വീണ്ടും ഘനമേറിയ ഇരുട്ട്. ആ ഇരുട്ടിൽ അവന് തൊട്ടു പിന്നിൽ നിന്നും ആ ഇരുമ്പ് ചങ്ങലകൾ അതിവേഗം തറയിലൂടെ വലിച്ചിഴയ്ക്കപ്പെടുന്ന ശബ്ദം കേട്ടു. അവൾ അവന് നേരെ പാഞ്ഞു വരികയാണ്. ഇരുട്ടിൽ ആ ചങ്ങലകളുടെ ശബ്ദം അതിവേഗം തനിക്ക് നേരെ അടുത്തു വരുന്നത് സിദ്ധാർത്ഥ് അറിഞ്ഞു. ഒപ്പം വായുവിൽ ശവത്തിൻ്റെ നാറ്റമുള്ള ഒരു ദുർഗന്ധം പടർന്നു പിടിച്ചു. മരണം തൊട്ടു മുന്നിലെത്തിയെന്ന് മനസ്സിലാക്കിയ അവൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് മുകളിലത്തെ നിലയിലേക്കുള്ള മരത്തിൻ്റെ ഗോവണിപ്പടികൾ ഓടിക്കയറാൻ തുടങ്ങി. അവൻ്റെ പിന്നാലെ തറയിൽ ചങ്ങലകൾ അടിയുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. ഓരോ പടി കയറുമ്പോഴും ആ രൂപം വായുവിൽ ഉയർന്ന് തനിക്ക് തൊട്ടു പിന്നാലെ വരുന്നത് അവൻ ഭീതിയോടെ അറിഞ്ഞു. മുകളിലത്തെ നിലയിലെത്തിയ സിദ്ധാർത്ഥ് കണ്ണിൽ കണ്ട ആദ്യത്തെ കിടപ്പുമുറിയിലേക്ക് പാഞ്ഞു കയറി. വാതിൽ വലിച്ചടച്ച് കുറ്റിയിട്ടു. അവൻ ശ്വാസമടക്കി പിടിച്ച് ആ കട്ടിത്തടി വാതിലിൽ ചാരിയിരുന്നു. നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിലായിരുന്നു. പുറത്ത് വലിയൊരു ഇടിമിന്നലുണ്ടായപ്പോൾ ജനാലയിലൂടെ വന്ന വെളിച്ചത്തിൽ അവൻ വാതിലിൻ്റെ താഴേക്ക് നോക്കി. വാതിലിനപ്പുറം ആ കറുത്ത ദ്രാവകം ഒലിച്ചിറങ്ങുന്നത് കാണാം. ചങ്ങലയുടെ ശബ്ദം ഇപ്പോൾ കൃത്യമായി വാതിലിന് പുറത്തു നിന്ന് വന്നു. പിന്നീട് വലിയൊരു നിശബ്ദതയായിരുന്നു. സിദ്ധാർത്ഥ് സാവധാനം ആശ്വസിക്കാൻ തുടങ്ങി. അവൾക്ക് ഈ കട്ടി വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പിച്ചു. അവൻ തറയിലിരുന്ന് വിയർപ്പ് തുളയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ തോളിൽ വളരെ നനുത്ത എന്തോ ഒന്ന് വന്നു തൊട്ടു. ഒരു മഞ്ഞുകട്ടയേക്കാൾ തണുപ്പുള്ള വിരലുകൾ. ആ വിരലുകൾ അവൻ്റെ തോളിൽ നിന്നും സാവധാനം കഴുത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവൻ്റെ ചോര പൂർണ്ണമായും വറ്റുന്നത് പോലെ തോന്നി. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്, പിന്നെ എങ്ങനെ? അവൻ സാവധാനം, വളരെ സാവധാനം തല ഉയർത്തി മുന്നിലേക്ക് നോക്കി. ആ ജനൽ വെളിച്ചത്തിൽ അവൻ കണ്ടു, അവൾ വാതിലിന് പുറത്തല്ലായിരുന്നു. അവൾ മുറിക്കുള്ളിൽ, അവന് തൊട്ടു മുന്നിൽ വായുവിൽ ഒഴുകി നിൽക്കുകയാണ്. ചോരയൊലിക്കുന്ന ആ ശൂന്യമായ കണ്ണുകളുള്ള മുഖം സിദ്ധാർത്ഥിൻ്റെ മുഖത്തോട് തൊട്ടുരുമ്മി നിന്നു. അവളുടെ ജീർണിച്ച വിരലുകൾ അവൻ്റെ കഴുത്തിൽ മുറുകിയ നിമിഷം ആ മുറിയിൽ ഒരു ദയനീയമായ നിലവിളി ഉയർന്നു കേട്ടു. അടുത്ത ദിവസം രാവിലെ മലനിരകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചുയർന്നു. തലേ ദിവസത്തെ കനത്ത കാറ്റും കൊടുങ്കാറ്റും പൂർണ്ണമായും ശമിച്ചിരുന്നു. കാട്ടിലെ പക്ഷികൾ വീണ്ടും കളകൂജനം ചെയ്യാൻ തുടങ്ങി. കാട്ടുപാതയിലൂടെ തണുത്ത കാറ്റ് ശാന്തമായി വീശി. വണ്ടിക്കാരൻ രാമൻ നായർ വല്ലാത്തൊരു പരിഭ്രാന്തിയോടെയാണ് അന്ന് രാവിലെ കരിങ്കല്ല് ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് എത്തിയത്. രാത്രിയിലെ കൊടുങ്കാറ്റിൽ വഴിയിൽ വീണുകിടന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റിയാണ് അയാൾക്ക് വണ്ടിയുമായി വരാൻ കഴിഞ്ഞത്. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി അയാൾ നോക്കിയപ്പോൾ തന്നെ ഭയം തോന്നി. വീടിൻ്റെ ആ വലിയ തടിവാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. മോനെ സിദ്ധാർത്ഥ! അയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് ഉരുകിത്തീർന്ന മെഴുകുതിരിയുടെ അവശിഷ്ടങ്ങളും ലാപ്ടോപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാമൻ നായർ സാവധാനം മരത്തിൻ്റെ ഗോവണിപ്പടികൾ കയറി മുകളിലത്തെ നിലയിലേക്ക് നടന്നു. അവിടുത്തെ ആദ്യത്തെ കിടപ്പുമുറിയുടെ വാതിലും തുറന്നു കിടക്കുകയായിരുന്നു. അയാൾ ആ മുറിക്കുള്ളിലേക്ക് നോക്കിയതും ഭയം കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് പിന്നിലേക്ക് രണ്ടടി വച്ചു. അവിടെ ഒരു കസേരയിൽ സിദ്ധാർത്ഥ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇരു കൈകളും കസേരയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ചോരയോട്ടം പൂർണ്ണമായും നിലച്ചതുപോലെ അവൻ്റെ ശരീരം മുഴുവൻ നീല നിറമായി മരവിച്ചിരുന്നു. ഭയത്തിൻ്റെ പരകോടിയിൽ അവൻ്റെ കണ്ണുകൾ കൺപോളകൾക്ക് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടായിരുന്നു.
വായ തുറന്ന് ഏതോ ഭീകരമായ നിലവിളിയുടെ മധ്യത്തിൽ വെച്ച് ശ്വാസം നിലച്ചതുപോലെയായിരുന്നു ആ മുഖം. ഡോക്ടർമാർ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുമായിരിക്കും. പക്ഷേ രാമൻ നായർക്ക് സത്യം അറിയാമായിരുന്നു. അയാൾ കണ്ണീരോടെ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. താഴത്തെ ഹാളിലെത്തിയ അയാൾ തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് കരിങ്കൽ പൊടിയും പുണ്യാഹവും എടുത്ത് ആ ബംഗ്ലാവിനകത്ത് തളിച്ചു. തിരികെ നടക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. അയാൾ സാവധാനം ഹാളിലെ ആ പഴയ വലിയ കണ്ണാടിയിലേക്ക് നോക്കി. അവിടെ മെഴുകുതിരി വെളിച്ചമില്ലാതിരുന്നിട്ടും പകൽ വെളിച്ചത്തിൽ ആ കണ്ണാടിയുടെ ആഴങ്ങളിൽ ഒരു നിഴൽ തെളിഞ്ഞു നിന്നിരുന്നു. മാലുവിൻ്റെ ആ നീണ്ട നിഴൽ രൂപം. എന്നാൽ അതിഭീകരമായ കാര്യം, ആ നിഴലിന് തൊട്ടരികിലായി കഴുത്ത് വികൃതമായി ഒടിഞ്ഞ നിലയിൽ സിദ്ധാർത്ഥിൻ്റെ നിഴൽ രൂപവും അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ ആത്മാവും ആ ബംഗ്ലാവിൻ്റെ ശാപത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. രാമൻ നായർ വേഗത്തിൽ പുറത്തിറങ്ങി ആ വലിയ തടിവാതിൽ വലിച്ചു പൂട്ടി. കരിങ്കല്ല് ബംഗ്ലാവ് അതിൻ്റെ കറുത്ത രഹസ്യങ്ങളും പേറി അടുത്ത ഇരയ്ക്കായി ആ കാട്ടിനുള്ളിൽ വീണ്ടും കാത്തിരിക്കാൻ തുടങ്ങി.